ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവൽ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ അവലെടുത്തിട്ടുണ്ട്, ഒരു ബൗള് നിറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ നിലക്കടല, പഴം, ഏത്തപ്പഴം, പാൽ എന്നിവയായിട്ട് നമുക്ക് ആവശ്യം. അതിനായിട്ട് നമ്മൾ അര ലിറ്റർ പാലാണ് ചേർത്തേക്കുന്നത്. അത് നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ച് നമുക്ക് മാറ്റി വെച്ചേക്കണം. നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ തിളപ്പിച്ച പാൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ, തണുപ്പായിട്ട് കിട്ടാൻ വേണ്ടി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ തണുപ്പിക്കാൻ വെച്ചിട്ടില്ല, മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിച്ചിട്ട്. ഇനി അതിലേക്ക് നമുക്ക് നിലക്കടല നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. വറുത്ത നിലക്കടലയാണ് നമ്മൾ വാങ്ങിച്ചത്, പക്ഷേ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിഞ്ഞു പോട്ടെ, ചൂടാക്കി എടുക്കാം. ആ തൊലി പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്കൊരു പാൻ അടുപ്പത്ത് അതിലേക്ക് നമ്മൾ അവലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സൈസ് അവൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. വെള്ള അവൽ യൂസ് ചെയ്യരുത്, ഈ അരിയുടെ അവൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. കുത്തരിയുടെ അവൽ തന്നെ യൂസ് ചെയ്യണേ. അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പഴം, അതായത് 3 റോബസ്റ്റ പഴമായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഏത്തപ്പഴം എടുക്കണ്ട കേട്ടോ. അത് നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ എടുത്ത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ റോബസ്റ്റ പഴമാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. 3 എടുത്തിട്ടുണ്ട്. അര ലിറ്റർ പാലിലേക്ക് കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. സ്പൂണ് കൊണ്ടോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉടച്ചെടുക്കുന്നത് ഇടുക്കൽ കൊണ്ട് കേട്ടോ. അതുകൊണ്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഉടഞ്ഞ് പോകണ്ട, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നിലക്കടല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. പാൽ ഒഴിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അര ലിറ്റർ പാലായിട്ട് ചേർത്തേക്കുന്നത്, തിളപ്പിച്ച് മാറ്റി വെച്ചാണ് പാലില്ലാതെ. ഇനി അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങൾക്ക് തണുപ്പ് വേണമെങ്കിൽ നിങ്ങൾക്കത് ഫ്രീസറിൽ തണുക്കാൻ വയ്ക്കാം കേട്ടോ. പാല് തിളപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ഉടയാത്ത പഴം ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഉടയ്ക്കണ്ട. ഇത് നമ്മൾ അവലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിത് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവൽ കുതിർന്ന് പോകും പാലിൽ. ഇതുണ്ടാക്കി അപ്പം തന്നെ അത് കുടിക്കാൻ നോക്കണം കേട്ടോ. കുട്ടികൾ വരുന്ന തൊട്ട് മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ 3 ഗ്ലാസ്സിനാണ് കിട്ടിയിരിക്കുന്നത്. ഈ വലിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും കേട്ടോ, നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം 3 ഗ്ലാസ്സിലുള്ള ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. വയറ് നിറച്ച് കുട്ടികൾക്ക് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു റെസിപ്പി ആയിട്ടത്. ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഷേക്കാണ് കേട്ടോ അത്. ഇത് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ തണുപ്പിന് വേണ്ടി കുറച്ച് ഐസ് കട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഓപ്ഷനിലാട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നിലക്കട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിക്കും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ബൂസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പൗഡേഴ്സ് ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതിൻ്റെ മുകളിലൊന്ന് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നമുക്ക്. ഇങ്ങനെ നമ്മുടെ അവൽ മിൽക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഒരു കമൻറ്റോ ലൈക്കോ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ.